ഹായ്, ഇന്നൊരു ഗ്രേവി റെസിപ്പിയാണ്. ചപ്പാത്തിയുടെ കൂടെയും പൊറോട്ടയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു വെജിറ്റേറിയൻ റെസിപ്പി. ഇതിന് വേണ്ട ചേരുവകൾ ഇതെല്ലാമാണ്. ഇത് വെങ്കടേഷ് ഭട്ട് എന്ന് പറയുന്ന ഒരു തമിഴ് ഷെഫിൻ്റെ റെസിപ്പിയാണ്. ഞാൻ അതുപോലെ തന്നെ ചെയ്യുന്നതാണ്. ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു മുറി തേങ്ങ ചിരണ്ടിയത്, 10-15 കാഷ്യൂ നട്ട്സ്, 1 ടേബിൾ സ്പൂൺ കസ്കസ്, 1 ടീസ്പൂൺ പെരുംജീരകം, ഇതെല്ലാം ചേർത്ത് വെള്ളവും കൂടി ചേർത്ത് നല്ലപോലെ അരച്ച് നമുക്ക് മാറ്റി വയ്ക്കാം. പിന്നീട് ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ റിഫൈൻഡ് ഓയിൽ ചേർക്കാം. അതിലേക്ക് ഏലക്ക, ബേ ലീഫ്, കറുവപ്പട്ട ഇതെല്ലാം ചേർത്ത് മൂപ്പിച്ചെടുക്കാം. പിന്നീട് അതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ചേർക്കാം. സവോള ചേർത്ത് നല്ലപോലെ വഴറ്റിയെടുക്കാം. സവോള ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെ വഴറ്റണം. ഈ സമയത്ത് ഉപ്പ് ചേർത്ത് സവോള പെട്ടെന്ന് വഴണ്ടി കിട്ടും. സവോള നല്ലപോലെ വഴന്നു വരുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക് ഇതെല്ലാം ചേർത്ത് നല്ലപോലെ വഴറ്റിയെടുക്കാം. പിന്നീട് അതിലേക്ക് 1 പിടി മല്ലിയിലയും 1 പിടി പുതിനയിലയും ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായി വഴന്നതിന് ശേഷം നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. തക്കാളി നന്നായിട്ട് ഉടഞ്ഞ് ചേരണം. പിന്നീട് അതിലേക്ക് നമ്മൾ 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ സമയത്ത് വേണമെങ്കിൽ നമുക്ക് മസാലകളെല്ലാം ചേർത്തതിന് ശേഷം നിങ്ങൾക്ക് ചിക്കനോ മട്ടണോ അല്ലെങ്കിൽ ഏത് ടൈപ്പ് നോൺ വെജ് ഐറ്റംസും ഇതിലേക്ക് ചേർത്ത് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഞാൻ ഉണ്ടാക്കുന്നത് എംപ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ്. സൽന എന്നാണ് ഈ കറിയുടെ പേര്. അതിൻ്റെ കൂടെ മഞ്ഞൾപ്പൊടിയും അതേപോലെ 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് മസാല നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. മസാല നന്നായിട്ട് വഴണ്ട് വരുമ്പോൾ അതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന മിക്സ് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് വെള്ളവും കൂടി ചേർത്ത് ഇളക്കാം. ഇത് ശരിക്കും തിന്നായിട്ടുള്ളൊരു ഗ്രേവിയാണ്. നിങ്ങൾക്ക് തിക്കായിട്ടുള്ള ഗ്രേവിയാണ് ഇഷ്ടമെങ്കിൽ വെള്ളത്തിൻ്റെ അളവ് കുറച്ചാൽ മതി. പിന്നീട് നല്ലപോലെ തിളപ്പിക്കാം. തിളച്ച് വരുമ്പോൾ അതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. നിങ്ങൾ ഏത് നോൺ വെജ് ഐറ്റമാണ് എടുക്കുന്നത് അതിനനുസരിച്ച് മസാല, ചിക്കൻ മസാലയോ മട്ടൺ മസാലയോ ഏത് വേണമെങ്കിലും ചേർത്ത് ഇപ്പോൾ ഇളക്കി യോജിപ്പിക്കാം. പിന്നീട് നമ്മൾ ചേർത്ത് കൊടുക്കുന്ന 1.5 ടേബിൾ സ്പൂൺ കടലമാവ് വെള്ളത്തിൽ കലക്കിയതാണ്. അതും കൂടി ചേർത്ത് ഇളക്കി യോജിപ്പിക്കുക. എന്നിട്ട് നല്ലപോലെ തിളയ്ക്കാൻ വയ്ക്കുക. ഏകദേശം ഒരു 10-15 മിനിറ്റ് ഇത് തിളയ്ക്കാനായിട്ട് വെക്കണം. തിളയ്ക്കും തോറുമാണ് ഇതിൻ്റെ ടേസ്റ്റ് കൂടുന്നത്. അതിനുശേഷം കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് നമുക്ക് വിളമ്പാവുന്നതാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. താങ്ക്സ് ഫോർ വാച്ചിങ്.